ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അയ്യപ്പന്മാർക്കുള്ള ഭജനയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. മാമയുടെ വീട്ടിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തകത്ത് നടക്കണം എന്ന് പോയി കണ്ടു നോക്കാം. ഞാൻ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്. ആകെ ബഹളമാണ്. എന്താണ് നടക്കുന്നത് എന്നൊന്ന് നോക്കാം. സ്വാമിമാർ എന്തൊക്കെയോ ഇടകിക്കൊണ്ടിരിക്കുകയാണ്. ആദിസ്വാമി, ആകുസ്വാമി ഇവിടെ നോക്കൂ. സ്വാമിമാരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദിസ്വാമി, അമ്മസ്വാമി ഇവിടെ ഗംഭീരമായി കഷ്ണം മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂഡ് ഓഫിലാണ്. തലചുറ്റലൊക്കെ വന്നിട്ട് അതിന്റെ മൂഡ് ഓഫിൽ ഇരിക്കുക തോന്നുന്നു. ഒരു കൊല്ലം പഴം അടുത്തിരുന്നിട്ട് അതിന്റെ സന്തോഷം കാണുന്നില്ലല്ലോ അമ്മസ്വാമിക്ക്. കേശു, പറയൂ, എന്താണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? പറയൂ. 2 പാട്ട് പാടും, ഭജനക്കുള്ള 2 പാട്ട്. കമോൺ, ഇപ്പൊ മറ്റേ പാട്ട് പാടൂ. ഹലോ ഗൈസ്, അടുക്കളയിലെ വിശേഷങ്ങളിലൊക്കെയാണ് നമ്മൾ വരുന്നത്. അമ്മ ഇവിടെ ഗംഭീര പണിയിലാണ്. ഇനി ഒന്നും വേണ്ട പറ്റില്ല. അതൊക്കെ എന്തൊക്കെയോ കിച്ചണിൽ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഉപ്മാവ് ഇരിക്കുന്നുണ്ട്, പയറുപ്പേരിയുണ്ട്. ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ചായ വേണ്ട, ചായ കൂടി ഞാൻ നിർത്തിയറിഞ്ഞില്ല. എന്റെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ ചായ കുടിച്ചു നോക്കാം. ഇത്ര നേരം ഞാൻ പണിയെടുക്കാൻ വരാത്തതുകൊണ്ട് തൽക്കാലം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ വേണ്ടി കൂടട്ടെ. ഓക്കെ, സംഭവം കൂട്ടാനായിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആ കറക്റ്റ് സമയം നോക്കിയിട്ടാണ് വന്നത്. ഇനി ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ഇതൊക്കെ വൈകുന്നേരത്തേക്കുള്ള ഒരുക്കിയ സാധനങ്ങളാണ്. അങ്ങനെ ഞാൻ ആ സ്പെഷ്യൽ ചായ ഒക്കെ കുടിച്ചു. തലയിലെന്തി നിന്റെ സന്നിധാനം തേടി ഞങ്ങൾ വരുന്നിതയ്യനേ ഹരിഹരസുതനേ ദേവലമേകിടേണമേ. ഭജനയ്ക്കുള്ള പാട്ടിൻ്റെ പ്രാക്ടീസൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു സ്വാമിമാർ കുളിക്കാൻ വേണ്ടി പോയി. കുളി കഴിഞ്ഞ് വന്ന് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്.
പൂജയും ഭജനയും കഴിഞ്ഞതിന് ശേഷം അയ്യപ്പന്മാർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാർ, ചട്നി, പഴം, വേവിച്ച പഴം, അതുപോലെ കേസരി, ഇത്രയാണ് നമ്മളവിടെ റെഡിയാക്കിയത്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ സ്വാമിമാരൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു.